പോണേ? മോതിരം മാറ്റിയെടുക്കാൻ പോവാ. ഇനിയിപ്പോ നിന്റെ കയ്യിൽ എവിടെ മോതിരം ഇടാനാ? മൊത്തം വിരലിലും മോതിരാണല്ലോ. മോതിരം എടുക്കാനല്ല, ഒരു ഒടിഞ്ഞ മോതിരം ഇരിപ്പില്ലേ, അത് മാറ്റിയിട്ട് ഒരു കമ്മൽ എടുക്കാൻ. എന്ത്? ഒരു ഒടിഞ്ഞ മോതിരം ഇരിപ്പില്ലേ, അത് മാറ്റിയിട്ട് ഒരു കമ്മൽ എടുക്കാൻ. പൈസ എവിടുന്ന് കിട്ടിയപ്പോ? അച്ഛൻ അക്കൗണ്ടിലോട്ട് കുറച്ച് കാശ് തന്നു. അത് ശരി. എവിടുന്നാ മേടിക്കണേ? അത് ഏട്ടന് പരിചയമുള്ള ഏതൊരു ജ്വല്ലറിന്ന്. ഒരു പവന്റെയാ? ഒരു പവനൊന്നുമില്ല, ഒരു അരപ്പവൻ. വേറെ പൈസ ഒന്നും തന്നില്ലേ അച്ഛൻ? എത്ര ഇട്ടേന്ന് അറിയത്തില്ല, അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കണം പോയി. വേഗം വരുവോ? എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ വരും. പക്ഷെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞ് ഊണും കൂടെ കഴിച്ചിട്ട് വരാന്ന് പുറത്തു. അവനപ്പൊ പോയില്ലേ ഇന്ന്? അവൻ വരുന്നുണ്ടോ? കുറച്ച് താമസിച്ച് പോയാ മതി. പോയിട്ടില്ല. നിങ്ങൾ പോയിട്ട് സ്ത്രീകളുടെ സൈക്കോളജി അത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു നേക്കാണ്. അവള് വഴക്ക് പറഞ്ഞ് പിണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കരയല്ലേ? ഈ പെണ്ണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഒരു സാരിയൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഇച്ചിരി കടലിൻ്റെ കരയെ കൂടെ കൊണ്ടുപോയി കാറ്റൊക്കെ കൊള്ളിക്കുക. അപ്പം തീരാവുന്ന പിണക്കമല്ലേ ഉള്ളൂ ഈ പെണ്ണുങ്ങളുടേത്. വേണ്ട വേണ്ട, നീ പാർട്ടി ഓഫീസിൽ ഇന്നും നാളെയും വരണ്ട. ഇത് എന്ത് പഠിക്കുന്നടാ ഇതൊക്കെ? ഇതൊക്കെ ഇവരെയൊക്കെ നമ്പർ തന്നെയാണ് ഇതെല്ലാം പതിവായിട്ട്. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ച് അത്രേ ഉള്ളൂ. അതിന് തീരാവുന്ന നീ കൊണ്ടുപോയി ഇനി ഏത് റെസ്റ്റോറൻറ്റൊന്നും ഞാൻ പറയില്ല. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കേ. നീ റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞു തരണോ? വെച്ചേരെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഗ്യാസിൻ്റെ ഗുളികൻ കഴിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം എടുത്ത് ഏതെങ്കിലും. അതെ, അല്ല കേൾവിശേഷി നഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എപ്പോഴും. പോയി എടുത്ത് തിന്നെ. ഞാൻ നിർത്തിയ പരിപാടിയൊക്കെ. ഇതൊന്നും അങ്ങനെ അല്ലല്ലോ. ഇനി മുതൽ ഇങ്ങനെയാ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി തന്നില്ലേ? എനിക്കുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. അതെന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് കണ്ണി കണ്ടവന്റെ ഭാര്യനെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഭയങ്കര മതിപ്പായി പോയി. നിനക്ക് എന്താണ് ഇപ്പോൾ ഒരു കുറവ്? ഞാൻ രാജകുമാരനെ പോലെ ഇരിക്കുകയാണല്ലോ. കാണാൻ തന്നെ രാജകുമാരിയെ പോലെ അല്ലേ? ഓരോ പെണ്ണുങ്ങൾ മുട്ടറ്റം വളമായിട്ടുണ്ട് നടക്കുക. ഇത് കണ്ടോ? എന്തോന്നടി ഇത്? വളയാണോ നിന്റെ പ്രശ്നം? എന്റെ കർത്താവ്, ഇതെന്തൊരു മുതൽ! ഇതിന്റെ സൈക്കോളജി എനിക്ക് ഇത്രയും വർഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. നാത്തൂനെ, 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 നാത്തൂൻ ചത്തു. അല്ലോ, എന്ത് ചെയ്യുവാ? എന്ത് ചെയ്യുവാന്ന്? വിറക് ശരിയാക്കണ്. ആണോ? അവനെന്തേ? ഏട്ടൻ അങ്ങോട്ട് പോയി. നിന്റെ കഴുത്തിന് എന്ത് പറ്റി? കഴുത്തിനൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ട്? എന്ത്? ഇത് മേടിക്കാനാ ഇപ്പൊ ചാടിത്തുള്ളി പോയത്. എന്തോന്നത്? എന്താ എന്താ കുഴപ്പമെന്തോ? കടുക് ഇതിനെക്കാളും വലുതായിരിക്കുമല്ലോ. ഏട്ടൻ പറഞ്ഞതാ വലുതെടുക്കാനായിട്ട്. ഞാനാ പറഞ്ഞ ചെറുതെടുത്താ മതി, ചെറുതാ ഫാഷൻ ഒന്ന്. ഇതാ ഇപ്പത്തെ ഫാഷൻ. നോക്കിക്കേ, ഡിസൈൻ ഒന്ന് നോക്ക്. ഭയങ്കരമായി പോയി. എന്റെ ഒക്കെ കുഞ്ഞിലേ കാണുന്നതായി ഫാഷൻ. എങ്ങനെ ഉണ്ടെന്ന് പറ. കൊള്ളൂല്ല, നിനക്ക് ചേരണില്ല മോളെ. ഇത് കുശുമ്പ. ഇങ്ങോട്ട് അല്ലല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വരുവാ. ഭാര്യക്ക് മേടിച്ചെടുത്ത കമ്മല് കൊള്ളാട്ടോ. അതിന് അച്ഛൻ തന്നാന്നല്ലോ. നോണയൊന്നും വേണ്ടായിരുന്നു. നോണയൊന്നും അല്ല, അച്ഛൻ തന്നെയാ തന്നത്. ഇത് കുശുമ്പ തന്നെയാ നാത്തൂനെ. കുശുമ്പ എടുക്കാൻ ഭയങ്കര സാധനല്ലേ, സ്വർണ്ണക്കട്ടിയല്ലേ. പിന്നെ
എന്തിനാ തറയിൽ കിടക്കണ തങ്കം? കിടക്കട ഇവിടെ കിടക്കട അങ്ങോട്ട് തങ്കം ഇവിടെ കിടക്കണേ. എന്തിന് കരയണേ? കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങി കിടക്കാതെ ഇങ്ങോട്ട് വന്ന് കയറി കിടക്ക് തങ്കം. ഞാനിവിടെ കിടന്നാലും എന്താ? എന്റെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും വില ഉണ്ടോ വീട്ടില്? പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിമ. ഓ പ്രേമിച്ച് നടന്നപ്പോ എന്തായിരുന്നു? പൊന്ന് പാല് എന്നെ സ്വർണം കൊണ്ട് മൂടിക്കാൻ രാജകുമാരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു മനുഷ്യജീവിയായിട്ട് പരിഗണിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു സംഘം അത് മാർക്കറ്റിൽ ഒരു പുതിയ സാധനം വരുമ്പോൾ അത് വിറ്റ് പോകാൻ വേണ്ടി പല നുണയും പറയും. പിന്നെ ഈ പറഞ്ഞില്ല, നുണ പറയാത്ത കാമുകന്മാരുണ്ടാവോ? അത് ആസ്വദിക്കാത്ത കാമുകിമാരും ഉണ്ടാവില്ല. എന്നാലിങ്ങനെ നുണ മാത്രം പറയണ കാമുകന്മാർ എങ്ങും ഉണ്ടാവില്ല ക്ലീറ്റോ അല്ലാണ്ട്. എന്തെങ്കിലും ഒരു ആഗ്രഹം എന്നെ സാധിച്ചു തരണ്ടേ? ഇത് ഭയങ്കര കുറച്ചില്ല. എനിക്ക് സ്നേഹമാണെന്ന്. എവിടെയാ? ഒരു സ്നേഹവും ഇല്ല എന്നോട്. സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറുമോ? തിന്നുറങ്ങി തന്നെ ഇങ്ങനെ ജീവിച്ചോ? ഡാൻസ് കളിക്കണോ പറയുന്നത്? എന്റെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അതെ, നിനക്ക് വല്ല പറയാനുണ്ടെങ്കിൽ കാര്യം വ്യക്തമായിട്ട് പറയും. നേരം വെളുത്തപ്പോൾ തുടങ്ങിയാണ് അവൾ ഒരുമാതിരി വേഷം കെട്ട് കാണിക്കുന്നത്. പക്ഷെ ഉറങ്ങാൻ സമയത്ത് നിങ്ങൾ 24 മണിക്കൂർ ഉറക്കമല്ല അല്ലെങ്കിൽ തീറ്റ ചവിട്ട് വെച്ചിരുന്നു ഞാൻ കേട്ടാ. അത് രാത്രി പിന്നെ മനുഷ്യൻ ഉറങ്ങാതെ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് നിങ്ങളെ പോലെ തന്നെയുള്ള ഭർത്താവല്ലേ കനുകൻ? അവനൊരു ജോലിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും നാട്ടുകാരെ പറ്റിക്കണ്ടല്ലോ നിങ്ങള്. തങ്കം, ഞാൻ എന്റെ ഉറക്കം കളഞ്ഞ എനിക്ക് ഒന്നാമത് ഇങ്ങനെ വല്ല പറയണ്ട കാര്യം പറ. എന്താ നിന്റെ പ്രശ്നം ഇപ്പോ? കമ്മലിന്റെ പൊട്ടിയ കമ്മൽ വെച്ചിട്ട് വേറെ കമ്മല് മേടിച്ച്. അതിനിപ്പോ നീയും കമ്മൽ പൊട്ടുമ്പോ മാറ്റി വാങ്ങിച്ചോ? എന്നെ അറിയിക്കാൻ വേണ്ടി തന്നെ അവൾ ഓരോന്ന് കാണിക്കണത്. എനിക്കൊന്നുമില്ല, കമ്മലുമില്ല, മാല, ഒരു നൂല് മാലയുണ്ട് അമ്മയ്ക്ക് ചിട്ടി പൈസ കൊണ്ട് മേടിച്ചത്. ഒരു മനുഷ്യന് 2 ചെവിയല്ലേ ഉള്ളൂ. രണ്ടിലും നീ ഇപ്പൊ കമ്മൽ ഇട്ടേക്കല്ലേ? ഇത് സ്വർണ്ണ കമ്മലാണോ? അവള് സ്വർണത്തിന്റെ ജിമിക്ക മേടിച്ചത്. വയ്യന്റെ കർത്താവേ. നിങ്ങൾക്ക് ഒന്നിനും വയ്യല്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ പറ്റണത്? ഒരു മൊട്ട കമ്മൽ മേടിച്ചാലും ക്ലീറ്റോന് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? ക്ലീറ്റോ എത്ര വർഷമായി ക്ലീറ്റോ അവിടെ കല്യാണം കഴിഞ്ഞിട്ട്? കമ്മല് നീ ഇന്ന് പാതിരാത്രി ഇപ്പൊ കിടന്നൊന്ന് ഉറങ്ങോ? ഇപ്പൊ ജ്വല്ലറി ഒക്കെ അടച്ച് കിടന്ന് ഉറങ്ങും. ജ്വല്ലറി തുറന്നിരുന്നപ്പോ എനിക്കങ്ങ് മേടിച്ചു തരുമല്ലേ കമ്മല്? കമ്മല്, സ്വർണം, ഒന്നീ സാരി അല്ലെങ്കിൽ കമ്മല്. നേരം വിളക്കണവർ ഒരു സമാധാനം തരുവോ? മനുഷ്യനൊന്നും ഉറങ്ങിക്കോട്ടെ. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണില്ലല്ലോ. നിങ്ങൾ ഉറങ്ങിക്കോ. ഓ, സമാധാനം ആഗ്രഹിക്കുന്ന ഒരാള്. നീ ഇപ്പൊ ഈ പാതിരാത്രി കമ്മലിട്ടോണ്ട് എവിടെയെങ്കിലും പോകാൻ പോകണ്ടോ? ഉണ്ടോടി? ഇല്ലല്ലോ. ഉറങ്ങാം അങ്ങോട്ട്. നേരെ വെള്ളത്തിൽ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ നോക്കാം. ചന്ദ്രൻ ഗോരോചന കൂറി വരച്ചു. അറിയില്ല ഓയ് തങ്കം, തങ്കം. എന്താ? എന്റെ തങ്കക്കുടമേ എങ്ങ് വാ. സൗകര്യമില്ല, എനിക്കിവിടെ പണിയുണ്ട്. എടീ ഇങ്ങോട്ട് വാന്നേ. എന്താ നിങ്ങക്ക്? എങ്ങനെയുണ്ട്? ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ തങ്കത്തിന്. ഇഷ്ടമായോ? ഇഷ്ടയോ? ഈ ഫിംഗേഴ്സിലെടുത്ത്. ഓ, ഇതകത്തുമല്ലേ കൊണ്ടിട്ട് പിന്നെ കാശ് കുറേണ്ടാവില്ലടാ. പിന്നെ പൈസ അല്ലല്ലോ വലുത്. നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ ആഗ്രഹം അതല്ലേ വലുത്. ആരെ തള്ളിട്ടാ? എടേ, എന്റെ ഭാര്യയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ ആരെ വേണേലും തള്ളിയിടും. എനിക്കറിയാം. എന്നൊരിക്കൽ തള്ളിയിട്ടാണല്ലോ അവളെ കൊണ്ടുപോയത്. അതിനെന്താ? അങ്ങനെ തള്ളിയിട്ട് കൊണ്ടായാലും അവൻ പൊന്നുപോലെ നോക്കണില്ലേ? ഇപ്പൊ അവളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ? അങ്ങനെ വേണം ഭർത്താക്കന്മാർ. സ്വർണ്ണമാണോ ക്ലീറ്റോ ചേട്ടാ? അയ്യോ അല്ല, ചെമ്പ്.
ഞങ്ങളൊരെണ്ണം മേടിച്ച എന്തൊക്കെ സംശയങ്ങളാണ്. കള്ളിയിട്ടോ കമത്തിയിട്ടോ സ്വർണ്ണമാണോ വെള്ളിയാണോ? എത്രയുണ്ട്? ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ, കണ്ടൂടെ? കമ്മലല്ലോ വെള്ളിയിട്ടേക്കണേ. അതല്ല ചോദിച്ചത്, എത്ര ഗ്രാം ഉണ്ടെന്ന്. അതിപ്പം എത്ര ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾ ഇട്ടേക്കണത് ചോദിച്ചില്ലല്ലോ. എത്ര ഇതൊക്കെ ബോധിപ്പിക്കാൻ നടക്കുന്ന കണ്ടാലും അറിയാം, ഒരു കാറ്റ് വന്നാ പറന്നു പോകുന്നു. അതെന്തിനാടി നീ നോക്കണേ? അത് ഇത്രയേ ഉള്ളെങ്കിലും അവൻ മേടിച്ചു കൊടുത്തത്. അത് നന്നായി മോനെ, അങ്ങനെ വേണം. അതെ, ഞങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞങ്ങൾക്കത് പങ്കിടാൻ വേണ്ടി എനിക്ക് എൻ്റെ ക്ലീറ്റോനും ഞാനേ ഉള്ളൂ. അതിന് നിങ്ങൾ ആരെയും പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാണിക്കേണ്ട കാര്യമൊന്നും. നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ തലകൊണ്ട് കാണിക്കും. കൊറേ കുലിക്കല്ല, നീ കുലുക്കി കാണിച്ചല്ല. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ അതൊക്കെ ആവാവൂ. പെണ്ണുങ്ങളെ തിരുത്താൻ പറ്റില്ല കേട്ടോ. തങ്കം വിരളിഞ്ഞതാ, എന്നെ മെല്ലെ പിടിച്ചിറക്ക്. മോതിരം വളയല്ലേ? അത് വളഞ്ഞു പാവാടാ, അതൊന്ന് കണ്ണിറുക്കി കാണിച്ച അവരെന്ത് ചെയ്തു. നമുക്ക് എന്താ വേണ്ട? അവർക്കിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കത്രല്ലേ വേണ്ടു. എവിടെ നിന്ന് കിട്ടിയ പൈസയാണ്? അല്ല ബസുണ്ടേ, ഈ എങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വെളുത്തുന്ന് എന്നോട് ചോദിച്ചാൽ ഇവിടെ കോടികൾ വന്ന് മറിയണ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവ് വെളുത്തില്ലേ? ഓ, കണക്ക് ഞാൻ എത്തിക്കാം. പ്രസിഡന്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. എന്ത് കൈ പറഞ്ഞ? അല്ല, ഇത് നോക്ക്, ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നു. മോതിരത്തിന്റെ നിറമാറ്റം. മോതിരത്തിന് ഞാൻ കാണിച്ചു കൈയിട്ടെ. നിനക്ക് തോന്നണത് അതിന് ഒരു മാറ്റവും ഇല്ല, അതിനൊരു കുഴപ്പമില്ല. എവിടെ അല്ലടി, അതെന്താണെന്നറിയാമോ? ഈ 24 മണിക്കൂർ സോപ്പിലും വെള്ളത്തിലും അല്ലേ നിന്റെ കൈ കുറെ വെളുത്തപ്പം മോതിരത്തിന്റെ കളർ പറഞ്ഞത്. ഇത് സ്വർണ്ണം, ഇത് വെളുത്തുന്നത് ആരാ പറഞ്ഞത്? അല്ലാതെ സത്യം പറ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി വെളുത്തതിൽ വേറെ അതിശയമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ ഞാൻ വായിച്ചു, ഒരു വീട്ടമ്മ മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൈ കിടന്ന മോതിരം അപ്പം തന്നെ വെളുത്തു. അത് ഞാനും വായിച്ചായിരുന്നു. അതത്തെ ആ മീനിനകത്ത് എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഫോർമാലിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. നീ എത്ര ദിവസത്തോടെ മീൻ കട്ട് ചെയ്ത്? ഇനി പോട്ട് സോപ്പ് പൊടി, നീ 24 മണിക്കൂർ അലക്കല്. ഈ സോപ്പ് പൊടിക്കകത്ത് എന്താ? കെമിക്കൽ. പിന്നെന്താണ് തൊഴിലുറപ്പ്, അവിടെ ഇവിടെയൊക്കെ ഇട്ട് നിരങ്ങി. എടി, ഇതൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഇടണം, അല്ലാതെ നിങ്ങളാലമാരെ സൂക്ഷിച്ചു വെക്കണം. ഇത് പിന്നെ വെളുത്തിനിപ്പോ ഞാൻ അലമാരയിൽ സൂക്ഷിക്കാത്തോണ്ടാണ് ഇത് വെളുത്തത്. സത്യം പറ ക്ലീറ്റോ. ആണോ ക്ലീറ്റോ? ക്ലീറ്റോ പറഞ്ഞ നോണല്ലേ ക്ലീറ്റോ? കർത്താവേ, ഒരു സാധനം വാങ്ങിച്ചോണ്ട് കൊടുത്താലും വിശ്വസിക്കില്ല തന്നെ. ആ മുരുകനെ കൂടെ സംശയിക്കാണ് സ്വർണ്ണപ്പണിക്കാരൻ. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് എന്റെ മുഖത്തോട്ട് നോക്കണ്ടല്ലോ. സത്യം പറയേ, ഇത് വെളുത്തതല്ല, ഇത് ചെമ്പ് കളർ. ഉള്ളിലത്തെ ചെമ്പ് പുറത്തു വന്നേക്കുന്നത്. ഇത് ചെമ്പല്ലേ, ഇരുമ്പ്. നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. നീ ഒരു കാര്യം നിനക്ക് വേണ്ട, ഊരിതാടി ഊരിയുടെ ഞാൻ കൊണ്ട് വിറ്റ് കാശായി. 10 രൂപ പോലും കിട്ടില്ല ഈ ചെമ്പ് മോതിരത്തിന്. ഇത് ചെമ്പല്ല, ചേമ്പ്. തങ്കം കളിക്കരുത് നീ ആവശ്യമില്ലാതെ. ഒന്നുമില്ല. നിങ്ങൾ ഇടപെടേണ്ട പ്രശ്നമൊന്നുമില്ല. ഞാൻ അവള് തമ്മിൽ കൊച്ചു വെച്ച് അത് ഞങ്ങൾ അളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ തുണി അലക്കുമ്പോ തുണി വെളുക്കാറില്ലേ? ഇല്ലേ? അപ്പൊ നമ്മളെ കൈ കിടക്കണ മോതിരം ഇട്ടോണ്ട് ഈ തുണി അലക്കുമ്പോ അത് വെളുക്കൂലേ? സ്വർണ്ണം എവിടെ വെളുക്കുക? മാവാ, സ്വർണ്ണത്തിന് എന്താ വെളുത്താ കുഴപ്പം? എല്ലാം വെളുക്കും. അതൊന്നും അല്ല, ഇത് വെളുത്ത് തന്നെയാ. ഞാൻ അന്നേ പറഞ്ഞില്ല, സ്വർണ്ണം യഥാർത്ഥ സ്വർണ്ണത്തിന്റെ കളർ. പിന്നെ ഇവിടെ മറ്റേ കൊച്ചുമോളെ തർക്കിക്കല്ല, നോക്കട്ടെ.
അത് നോക്കാനൊന്നും ഞാൻ നോക്കട്ടെ. എന്തിനു നോക്കണത്? സ്വർണ്ണ പിന്നെ നീ എന്തിനാ പഠിക്കണേ? എനിക്കെന്തൊരു പേടി? സ്വർണ്ണമാണല്ലോ വാങ്ങിച്ച എനിക്കറിഞ്ഞൂടെ? അതെ ഉരച്ച് തീർക്കല്ലേ അമ്മാവ അത്. ഇത് മുക്കാടത് മുക്ക് വേണ്ട കുന്താണ് അമ്മാവനത്തെ കാര്യം പറഞ്ഞത്. ഇത് വാങ്ങിച്ച എനിക്കറിയാല്ല, പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല. എന്തൊരു കഷ്ടം. എന്താ അളിയാ ഇത്? എന്താണ് ഇത്? ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത മോതിരം. അതിപ്പോ അവക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ വേണ്ട, ഊര് ഞാൻ കൊടുത്ത് കാശ് മേടിച്ചോളാം. നോക്ക്, എന്ത് നോക്കാൻ അളിയാ? ചെമ്പല്ലടാ അളിയാ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അതിലും ഇതിലൊക്കെ ഇട്ട് കൈയിട്ട് വരവിയാ, കെമിക്കൽ ആയതാണ് അത്. കയ്യിലില്ലേ അളിയാ, ഇതൊന്നും വിളിക്കുന്നില്ല. അതിന് നീ തുണി അലക്കണുണ്ടോ? അവളുടെ കയ്യിൽ നോക്ക്. അവളുടെ കയ്യിലുണ്ടോ ചോദിച്ചാൽ അവള് തൊടൂലല്ലോ. അതെ ഇങ്ങനെ മുട്ടാപ്പൊക്കെ ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറയാം, നീ മേടിച്ചു കൊടുത്തില്ലെന്നേ ഉള്ളൂ. ആ 2 ദിവസം ഉണ്ടായിരിക്കും. ചതിച്ചു നീ അവളെ മോഹിപ്പിച്ച് ചതിച്ചു. എനിക്ക് അപ്പഴേ അറിയായിരുന്നു നീ കാശ് കൊടുത്തിട്ട് ഒരു സ്വർണ്ണ മോതിരം മേടിക്കില്ലാന്ന്. എടാ ഭാര്യനെങ്ങനെ വഞ്ചിക്കല്ലേ വേണ്ട, സ്നേഹിക്കണം. നിനക്ക് സ്നേഹിക്കാറിയില്ലടാ. അമ്മാവ പെണ്ണും പിടക്കോഴിയില്ലാതെ അമ്മാവ ഇതൊന്നും ഇടപെടരുത് കേട്ടോ. ആവശ്യമില്ലാതെ എന്തില്ലേ? ഇതിപ്പോ ഞാനും എന്റെ ഭാര്യ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം കേട്ടാ. അത് അങ്ങനെ തീരുമാനം നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ അളിയാ. നീ ഇതോടെ മേടിച്ചത് സ്വർണ്ണം എവിടെ നിന്നാണ്? സ്വർണ്ണക്കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്? ഏത് സ്വർണ്ണക്കടയെന്ന്? അത് എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയണത്? കേസ് കൊടുക്കാൻ അവന്റെ പേരിൽ കേസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ മോതിരം മാറ്റി കിട്ടും. ഞാൻ ഒരു കാര്യം പറയാം, മുരുകന്റെ കടയിൽ നിന്ന് മേടിച്ചിട്ട് മുരുകന് പൈസ പോലും കൊടുത്ത് തീർത്തിട്ടില്ല. ആവശ്യമില്ലാതെ ഇതും കൊണ്ട് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. മുരുകന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്? മുരുകന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. ആണല്ലോ. മുരുകന്റെ പേരിലെ കേസ് കൊടുക്കും. എന്തിനാ? കൊടുത്ത കാശ് ഇങ്ങനെ തിരിച്ചു വരും. ഇതാണ്ട് കൊടുത്തോ, വേറെ കടയിൽ നിന്ന് മേടിക്കാം. അമ്മാവ അടങ്ങ്. ഇത് ആദ്യം അന്വേഷിക്കട്ടെ. മുരുകന്റെ കടയിൽ പോയി ഞാൻ ചോദിക്കട്ടെ, നിന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്, ക്ലീറ്റർ മേടിച്ച മോതിരം ഇതാണോ, ഇത് സ്വർണ്ണമാണോ അറിയണ്ടേ? അന്വേഷിച്ചിട്ട് ചാടാം നമുക്ക്. എടുത്തരുത്. ഞാൻ ഒരു കാര്യം പറയാം, പൈസ കൊടുത്ത് തീർത്തിട്ടില്ല. അത് നാണം കെടുത്തുന്നില്ല. ഒന്നുകൂടി ചോദിക്കുന്നത് സ്വർണ്ണമാണോ? ഇത് സ്വർണ്ണമാണല്ലോ. പിന്നെന്താ നിങ്ങൾ ഞാൻ പറയട്ടെ, ഇനി നീ മിണ്ടരുത്. ഞാനിത് കൊണ്ട് മുരുകന്റെ കടയിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഇത് സ്വർണ്ണമല്ലെന്ന് അവൻ പറഞ്ഞ നിന്നെ ഞാൻ പറഞ്ഞില്ല. ചവിട്ടി കൂട്ടി ഞാൻ മീറ്റിംഗ്, എന്ത് മീറ്റിംഗ്? പാർട്ടിയുടെ ഒരു മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ്. എവിടെ? എറണാകുളത്ത്. നീ പെട്ടി കിടക്കായിട്ട് എവിടെ പോണത്? എറണാകുളത്തല്ലേ, 2 ദിവസം കഴിയും മീറ്റിംഗ്. പോയിട്ടേ മീറ്റിംഗിന് പോകണം. നമുക്ക് സംസാരിക്കാം. എന്തുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. മീറ്റിംഗിന് പോണോ അളിയാ? തങ്കത്തിന് വിളിക്കാം. എന്തിന്? അവളെ കരഞ്ഞ ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. പാവം, അവള് ഉറങ്ങണോണ്ടാ ഞാൻ ശല്യം ചെയ്യണ്ട മീറ്റിങ്ങിനും പോവാന്ന് വെച്ചു. വിളിക്കേ. വേണ്ടളിയാ, ഞാൻ വിളിക്കാം. മീറ്റിംഗിന് അവരെല്ലാം എന്നെ കാത്തു നിൽക്കും. തങ്കത്തിനെ വിളിക്കടി. നീ എങ്ങടെ പോണ്? മീറ്റിംഗോ? എറണാകുളത്ത്. ആ മുങ്ങും അമ്മാരി പണിയെല്ലാം ഒപ്പിച്ചു വെച്ചെന്ന്. ഞാൻ പറഞ്ഞ പോലെ മുക്കല്ലേ? അതിനത് സ്വർണ്ണല്ലോ. ഞാൻ മുരുകനിടെ പോയിരുന്നു, മുരുകനെ കണ്ടു, സംസാരിച്ചു. അത് സ്വർണ്ണമാണ്. തന്ന സ്വർണത്തിന് കുറച്ച് മാറ്റു കുറവായിരുന്നു, അതാ വെളുത്തു പോയത്. അതെ, പകരം വേറെ മോതിരം തന്നു. അതെ. അതല്ലേ എന്തൊരു കഷ്ടല്ലേ. എങ്ങനെ ഈ ജ്വല്ലറിക്കാരെയൊക്കെ വിശ്വസിക്കുക? എല്ലാരും കൂടി വെറുതെ എന്റെ കുട്ടീനെ കുറ്റപ്പെടുത്തി, ഞാനും കുറ്റപ്പെടുത്തി.
തോളിട്ടുണ്ടോ ഇല്ല മോതിരം സ്വർണ്ണ ഞാൻ വാങ്ങി. അല്ല അളിയൻ വാങ്ങിയ വല്ല മുക്കുകൊണ്ടോ അല്ല. അതെ, നിവൃത്തികേട് കൊണ്ട് പറ്റിപ്പോയതാ. ഈ ഉപകാരം ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കൂല അളിയാ. മറക്കരുത്. പക്ഷേ ഇനി ഇതാവർത്തിക്കും.